നമസ്കാരം. നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തി ഇപ്പം നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് അകന്നു പോകുന്ന ഒരവസ്ഥയിലാണോ? തുടക്കത്തിലൊക്കെ വളരെയധികം സ്നേഹവും വാഗ്ദാനങ്ങളും ഒക്കെ കാണിച്ച് നമ്മളോട് അത്രയും സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തി അവരിൽ നിന്ന് തന്നെ ഇപ്പോൾ വേണ്ട എന്നൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ് വശീകരണ കർമ്മം. അതിലൂടെ ഏത് വ്യക്തിയാണോ നമ്മളിൽ നിന്ന് അകന്നു പോയത് ആ വ്യക്തിയെ തിരിച്ച് വീണ്ടും നമ്മളിലേക്ക് പൂർണ്ണമായി എത്തിക്കാനും അവർ പിന്നെ എന്നും നമ്മുടെ കൂടെ തന്നെ നിലനിൽക്കാനും വേണ്ടി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി അതേപോലെ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ എങ്ങനെയാണ്, എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യം കൃത്യമായിട്ട് ചെയ്താൽ ഉറപ്പായിട്ടും ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. പല കാരണങ്ങൾ കൊണ്ടാണ് ഇവരൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത്. അതധികം തേർഡ് പാർട്ടി ആയിരിക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികൾ ആത്മാർത്ഥ സ്നേഹമില്ലാതെ മറ്റു പല കാര്യങ്ങളും അവർ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മളോട് അടുക്കുന്നതായിരിക്കും. ആ കാര്യങ്ങളൊക്കെ കുറച്ച് കാലം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനോടൊരു മടുപ്പ്, പിന്നെ പുതിയതിലേക്കോ അതല്ലെങ്കിൽ അത് വേണ്ട എന്നുള്ളൊരവസ്ഥയിലേക്കോ അവർ പോകും. ചില ആളുകൾ ഫാമിലിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കൊണ്ടും അകന്നു പോകും. പക്ഷേ ഇങ്ങനെ അകന്നു പോകുമ്പോൾ ഒരുപാട് അടുത്തിരുന്ന് നമുക്കത് മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ വരും. എന്ത് ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഇതേക്കുറിച്ച് മാത്രം ചിന്തകൾ വന്നിട്ട് ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ, പല അസുഖങ്ങളിലേക്ക് വരെ നമ്മൾ ചെന്നെത്തിപ്പെടുന്നൊരു സാഹചര്യം. ഇങ്ങനെയൊക്കെ ആയിത്തീരുമ്പോൾ നമ്മളോട് ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം ആ വ്യക്തി അതേപോലെ എന്നും നിലനിർത്തുക എന്നുള്ളതാണ്. കാരണം തുടക്കത്തിൽ കാണിച്ചത് പിന്നെ എന്തുകൊണ്ട് പകുതിക്ക് വെച്ച് അവരത് അവസാനിപ്പിച്ചു പോകുന്നു? അപ്പോൾ അതിന് മറ്റെന്തോ കാരണങ്ങൾ അവിടെ സംഭവിക്കുന്നു. ആ കാരണങ്ങളെ നമ്മൾ ഇല്ലാതാക്കി തുടക്കത്തിൽ എങ്ങനെയാണോ ആ സ്നേഹം നിലനിന്നിരുന്നത് അതേ സ്നേഹത്തോടു കൂടി തുടർന്ന് എന്നും അത് നിലനിർത്തി കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ മാത്രമേ മാനസികമായിട്ട് നമുക്ക് നല്ലൊരു സന്തോഷത്തോടു കൂടി നിലനിൽക്കാനും അതുവഴി നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും മറ്റെന്തിനും ശ്രദ്ധിക്കാനും ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനും പറ്റുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തെറ്റുകൾ വരും. പിന്നെ അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നല്ല രീതിയിൽ ബാധിക്കും. പിന്നീട് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഒരു കൈവിടൽ കാരണം മാത്രം സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ, ആ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.